മാവോയിസ്റ്റ് തടവുകാരൻ രൂപേഷ് അല്പസമയത്തിനകം ജയിൽ മോചിതനാകും. 11 വർഷത്തിന് ശേഷമാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. 43 UAPA കേസുകളാണ് രൂപേഷിനെതിരെ ഉണ്ടായിരുന്നത്. നട്രാജ് പരശുരാം വിവരങ്ങളുമായി ചേരുകയാണ്. നട്രാജ്, 11 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ രൂപേഷ് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്. സ്വാഭാവികമായും ആ കേസുകളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഈ രൂപേഷിനെ കാത്താരെങ്കിലും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടോ? മഹേഷ്, 43 UAPA കേസുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 15ഓളം കേസുകളിൽ നടപടികൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കേസിൽ ജാമ്യം കൂടി ലഭിച്ചതോടുകൂടിയാണ് പുറത്തിറങ്ങാനുള്ള വഴി തെളിഞ്ഞത്. രൂപേഷിൻ്റെ ഭാര്യ ഷൈന അകത്തുണ്ട്. അവർ രാവിലെ മുതൽ ഈ നടപടികളുടെ ഭാഗമായി അകത്ത് രേഖകളും മറ്റും ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം രൂപേഷ് വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ 11 കൊല്ലം മുമ്പാണ് പതിനൊന്ന് മുമ്പാണ് രൂപേഷ് പിടിയിലാവുന്നത്. കരുമത്താംപെട്ടി എന്ന സ്ഥലത്ത് നിന്നാണ് അന്ന് പിടിയിലാവുന്നത്. ചായ കുടിച്ചുകൊണ്ടിരിക്കെ അന്ന് ചില പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അന്നും ഭാര്യ ഷൈനിയും അന്ന് അറസ്റ്റിലായിരുന്നു. പിന്നീട് ഇവരൊക്കെ തന്നെ അന്ന് സംഘത്തിലുണ്ടായിരുന്നവരിൽ പലരും മോചിതരായെങ്കിലും രൂപേഷ് ജയിലിൽ തുടരുകയായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി രൂപേഷ് തൻ്റെ പുസ്തകത്തിൻ്റെ പേരിൽ കൂടി ജയിലിൽ നടത്തിയ സമരവും പ്രതിഷേധവും ഒക്കെ തന്നെ അതിൻ്റെ പേരിൽ കൂടി രൂപേഷ് വാർത്തകൾ നിറഞ്ഞിരുന്നു. അടിക്കടി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. അദ്ദേഹം പ്രതിഷേധത്തിൻ്റെ ഭാഗമായി നിരാഹാര സമരമൊക്കെ തന്നെ നടത്തുന്ന സാഹചര്യമുണ്ടായി. രൂപേഷിൻ്റെ പുസ്തകം പിന്നീട് പ്രസിദ്ധീകരിക്കാനുള്ള അനുമതി സംബന്ധിച്ച് തർക്കങ്ങളൊക്കെ തന്നെ നിലനിന്നിരുന്നു. അതിന് പിന്നീട് അനുമതി ലഭിക്കാത്തൊരു സാഹചര്യമുണ്ടായി. അത് പിന്നീട് പ്രസിദ്ധീകരിക്കുമെന്നൊക്കെ തന്നെ അവർ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അതിൻ്റെ നടപടികളായിട്ട് അദ്ദേഹം ഇനി മുന്നോട്ട് പോകേണ്ടി വരും. പിന്നെ മറ്റ് തുടർ പരിപാടികൾ എന്താണെന്നുള്ള കാര്യത്തിൽ രൂപേഷ് തന്നെ വിശദീകരിക്കുമെന്നാണ് കരുതുന്നത്. അല്പസമയത്തിനകം രൂപേഷ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. രൂപേഷ്